തീർന്നല്ലോ. ഇനിയിപ്പോ നാളെ ഇവരെവിടെന്നെങ്കിലും കണ്ടെത്തി കോടതിയിൽ എത്തിയിട്ടാകുമ്പോൾ അവൾ അനുഭവിക്കാനില്ല. ആ സ്വർണം തീരോളം കളിക്കും. ആ സ്വർണം തീർന്നു കഴിഞ്ഞാൽ അവനിക്ക് മടുക്കും. ഒളിച്ചും പാത്തും നടക്കുമ്പോൾ ഉണ്ടല്ലേ നല്ല രസം ഉണ്ടാവും. ഇത് സ്വന്തമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത്ര മജയൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പം ഇത് തീരുമ്പം ഇവളിപ്പം വരും. വന്നിട്ടായിട്ട് ഈ കാനക്ക് തെറ്റുപറ്റിപ്പോയി, കാനക്ക് നിങ്ങളൊക്കെ അല്ലാതെ നിങ്ങൾ ജീവനാണെന്നൊക്കെ. ഒരു പെണ്ണ് പോകുന്നുണ്ട് എങ്കിൽ ഭർത്താവിൽ നിന്ന് കിട്ടാത്ത പല കാര്യങ്ങളും ആ ഓപ്പോസിറ്റ് റിലേഷനിൽ നിന്ന് കിട്ടുന്നത് കൊണ്ടാണ് അവർ പോകുന്നത്. നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങൾ നമ്മൾ കൊടുക്കേണ്ട സമയത്ത് തന്നെ കൊടുക്കണം. ഇപ്പം ഇന്ന് കൊടുക്കേണ്ട കാര്യങ്ങൾ എപ്പോഴെങ്കിലും കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇപ്പോൾ ഒരു ഭാര്യ എന്ന് പറയുന്നത് കുറേ സ്വത്തോ സമ്പാദ്യം. ഒരു പ്രവാസിയായിട്ടുള്ള ഒരു ബ്രോയെ ഇട്ടിട്ട് പറ്റിച്ചിട്ട് ഒരു ഷഹല എന്ന് പറഞ്ഞിട്ടുള്ളൊരു പെണ്ണ് വേറെ ഒരുത്തിൻ്റെ കൂടെ ഒരു മൊബൈൽ ഷോപ്പിലെ ഒരുത്തിൻ്റെ കൂടെ ഇറങ്ങിപ്പോയത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഭയങ്കര ഞെട്ടലോടെയാണ് നമ്മൾ കണ്ടത്. ഒരു 9 വയസ്സുള്ള ഒരു ചെറുക്കനെ കൊണ്ടിട്ടാണ് പോയത്. അപ്പം ഇപ്പം അവൾ പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം അവൾ പോകാനുള്ള കാരണം ഈ പറഞ്ഞിട്ടുള്ള ഈ പ്രവാസിയായിട്ടുള്ള അവളെ കിട്ടിയവൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഷഹല എന്ന് പറയുന്ന പെണ്ണിന് വേണ്ടത്ര രീതിയിലുള്ള സുഖ സൗകര്യങ്ങൾ കിട്ടിയില്ലെന്നാണ് പറയുന്നത്. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ അതാണ് കാരണമെന്നാണ് ഇപ്പം കുറേ ന്യായീകരണ തൊഴിലാളികളും കമൻറ്റിലൂടെയും അല്ലാതെയൊക്കെ രംഗത്ത് വരുന്നത് എൻ്റെ സുഹൃത്തുക്കൾ. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ ഷഹല എന്ന് പറയുന്ന ഈ പെൺകുട്ടി ഇപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പേ ഈ ഷഹലായെ വെറുക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ. ഇതുപോലുള്ള ഷഹലായെ പോലുള്ള ആളുകളെയൊക്കെ വെറുക്കുന്നവർ ഉറപ്പായിട്ട് നിങ്ങളെ വീഡിയോ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. ഇനി ഒരു ഷഹലായും ഇതുപോലെ ഉണ്ടാവരുത്. ഒരു പ്രവാസിയുടെയും കണ്ണുനീരിഞ്ഞ് വീഴൽ, പ്രവാസ ലോകത്ത് പോയി കഷ്ടപ്പെട്ട് കിടന്നുണ്ടാക്കിയിട്ട് ഇവൾമാർക്കൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് അവസാനം എല്ലിൻ്റെ ഇടയിൽ കയറുമ്പോഴുള്ള സോക്കേടാണ് ഇതൊക്കെ. കഴപ്പെന്ന് പറയും, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. അപ്പം ഇപ്പം ന്യായീകരണത്തിൽ കുറേ ആളുകൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഷഹലാക്ക് വേണ്ടുന്നുള്ള സുഖങ്ങൾ കിട്ടാത്തതുകൊണ്ടാണ് വേറൊരുത്തിൻ്റെ കൂടെ ഇറങ്ങിപ്പോയത്. അപ്പം ആ ഇറങ്ങിപ്പോയവന് 3 മക്കളും ഒരു പെണ്ണും പിള്ളയുണ്ട്, 3 മക്കളും ഒരു ഭാര്യയുണ്ട്. അപ്പം ആ പെണ്ണും പിള്ളയുടെ കയ്യിൽ നിന്ന് ഇവനിക്കൊന്നും കിട്ടുന്നില്ല. അപ്പം അതുകൊണ്ടാണോ ഈ ഷഹലയുടെ കൂടെ ഇറങ്ങിപ്പോയത്? അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ ന്യായീകരിക്കുന്ന ആളുകൾ ഇത് കഴപ്പെന്ന് പറയും, അല്ലാതെ വേറൊന്നുമില്ല. ഈ കഴപ്പ് എനിക്ക് തോന്നുന്നു ഒരു വർഷം അല്ലെങ്കിൽ കൂടി പോയി ഒരു 6 മാസം അതുവരെ പോകും, അല്ലാതെ ഒന്നും പോകത്തില്ല. അതിനുശേഷം വീണ്ടും തിരിച്ച് കയറി വരും. അപ്പോൾ ഈ പ്രവാസിയായിട്ടുള്ള യുവാവിനോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഇതുപോലുള്ള ടീംസിൻ്റെ മുമ്പിൽ നിങ്ങൾ പതറാതെ ജീവിച്ച് കാണിക്കണം. വേറൊരു കല്യാണം കഴിച്ച് ജീവിച്ച് കാണിക്കണം, ഒറ്റയ്ക്ക് ജീവിച്ച് കാണിക്കണം. ഇപ്പോൾ ഒരു ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണിത്. അപ്പോൾ ഞാനിവിടെ വീഡിയോ വെച്ച് തരാം, 1-2 ക്ലിപ്പ് ഞാൻ വെച്ച് തരാം. ഇപ്പോഴത്തെ ട്രെൻഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറങ്ങിപ്പോകുമ്പോൾ പിള്ളേരെയും കൂടെ എടുത്തുകൊണ്ടങ്ങ് പോകും. അപ്പോൾ നിയമപരമായിട്ട് പിള്ളേരെ വെച്ചിട്ട് നേരിടാന്നുള്ള രീതിയിലാണ് ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നത്. ഇതിനൊക്കെ സത്യം പറഞ്ഞാൽ നമ്മളെ നിയമം കുറച്ച് സ്ട്രിക്റ്റ് ആയിരിക്കണം. ഇതുപോലെയുള്ള കഴപ്പ് കാണിക്കുന്ന ആളുകളെ കൊണ്ടല്ലോ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം, തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കുക തന്നെ വേണം. ഓക്കെ, ഞാനിവിടെ 1-2 ക്ലിപ്പുകൾ വെച്ച് തരാം. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കി. അപ്പോൾ ഉറപ്പായിട്ടും വീഡിയോ കാണുന്നവർ ഉറപ്പായിട്ടും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, എല്ലാവരും എത്തണം. ഇനി ഇതുപോലൊരു പ്രവാസിയുടെ കണ്ണുനീര് വീഴരുതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വീഡിയോ ഷെയർ ചെയ്യണം. അത് ഈ പറഞ്ഞതുപോലെ എല്ലാവരും കാണണം. ഇനി ഒരാൾ ഇതിന് മുതിരുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കണം, സോഷ്യൽ മീഡിയയിൽ കടന്ന് ചീഞ്ഞ് നാറുമെന്ന് ചിന്തിച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാനെന്ന് എല്ലാവരും വിചാരിക്കണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു വീഡിയോ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കേ. അപ്പോൾ എല്ലാവരും ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണം, അതുപോലെ ഫോളോയും കൂടെ ചെയ്തേക്കണം. അയ്യോ ഇക്ക, ഞാൻ പെട്ടുപോയതാണിക്ക, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു അബദ്ധം പറ്റിപ്പോയിക്ക, നിങ്ങൾ എങ്ങനെയെങ്കിലും എന്നെ സ്വീകരിക്കണിക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവള് വരും. അപ്പോ സഹോദര സ്വീകരിക്കരുത്. കാരണം ഒരിക്കൽ ചാടിയത് പിന്നെ ചാടിക്കൊണ്ട് നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ഒരു പോസ്റ്റ് ഞാൻ കണ്ടു, ഇവന്റെ ഫോട്ടോ വെച്ചിട്ട് ഇവളെ ഒളിച്ചോടി പോയത്. ഞാൻ ഒരുപാട് ആളുകൾ ഇന്നലെ വീഡിയോ ഇട്ട സമയത്ത് പല ആളുകളും പറയുന്നത് കേട്ടു, അയ്യോ ഇവര് പിന്നെ ചാടിപ്പോയതല്ല, ഇവള് ഒളിച്ചോടി പോയതല്ല, ഇവള് അവന്റെ കൂടെ പോയതല്ല, അവിടെ എന്തെങ്കിലും മിസ്സിംഗ് ആയിരിക്കോ, തട്ടിക്കൊണ്ട് പോയതായിരിക്കോ, നീയാണോ കോടതി, നീയാണോ നിയമം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആൾക്കാരും പറയുന്നത്. ഇതാ ഇവന്റെ കൂടെയാണ് ഇവിടെ ഒളിച്ചോടി പോയത്. ഇവൻ ഒരു മൊബൈൽ ശരിയാക്കും മൊബൈൽ ഷോപ്പ് കടക്കാരനാണ്. ഈ മൊബൈൽ ഷോപ്പ് കടക്കാരന് ഇവനിക്ക് 3 കുട്ടികളും ഭാര്യയുണ്ട്. ഇവന്റെ കൂടെയാണ് ഒളിച്ചോടി പോയത്. അപ്പം ആ പ്രശ്നം തീർന്നല്ലോ. ഇനിയിപ്പോ നാളെ ഇവരെവിടെന്നെങ്കിലും കണ്ടെത്തി കോടതിയിൽ എത്തിയിട്ടാകുമ്പോൾ അവൾ അനുഭവിക്കാനില്ല. ആ സ്വർണം തീരോളം കളിക്കും. ആ സ്വർണം തീർന്നു കഴിഞ്ഞാൽ അവനിക്ക് മടുക്കും. ഒളിച്ചും പാത്തും നടക്കുമ്പോൾ ഉണ്ടല്ലേ നല്ല രസം ഉണ്ടാവും. ഇത് സ്വന്തമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത്ര മജയൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പം ഇത് തീരുമ്പം ഇവളിപ്പം വരും. വന്നിട്ടായിട്ട് ഈ കാനക്ക് തെറ്റുപറ്റിപ്പോയി, കാനക്ക് നിങ്ങളൊക്കെ അല്ലാതെ നിങ്ങൾ ജീവനാണെന്നൊക്കെ പറഞ്ഞിട്ട് വരും. ആ കുട്ടീനെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കും. കാരണം എന്നറിയോ, ഇവളെ ഇനി നിങ്ങൾ എത്ര സ്വീകരിച്ചാലും ഒരിക്കൽ മതിലയാടിയത് ചാടിക്കൊണ്ടിരിക്കും. ഇവളെ അവസ്ഥയും അതായിരുന്നു. എന്താ അറിയോ, ചാടി 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 ചാടി
ലാസ്റ്റ് സെൻട്രൽ ജയിൽ വരെ ചാടി, അത്രയും ചാടി. മനസ്സിലായല്ലോ? അപ്പം ആ അവസ്ഥ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്നറിയോ, ഇവിടെ ചാട്ടം എനിക്ക് നന്നായി അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇതിനെ പറ്റിയിട്ട് പറഞ്ഞത്. അതായത് സാജിദ് റോഷന്റെ ഒക്കെ ചാടി, റിൻഷാദിന്റെ ഒക്കെ ചാടി, വേറൊരു ഖത്തറുകാരന്റെ കൂടി ചാടി, വേറെ 2-3 ആൾക്കാരൊക്കെ ചാടി ഇവൾക്ക് ലാസ്റ്റ് ഡ്രഗ് കേസിൽ പിടിക്കപ്പെട്ട് സെൻട്രൽ ജയിലിലേക്കും ചാടി. ഇപ്പം അടുത്ത ആളെ ചാടാൻ വേണ്ടി നോട്ടമിട്ടിട്ട് റെഡിയാക്കാൻ, അതിനെ റെഡിയാക്കി കൊടുക്കാൻ വീട്ടിൽ തന്നെ ആളുണ്ട്. അതുകൊണ്ട് മോനെ ശ്രദ്ധിച്ചോ. ഓക്കെ, ബൈ ബൈ. അതെ, ഇനിയും സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ചെയ്യും. ഞാൻ ഇതല്ല ആലോചിക്കുന്നത്. ഈ ഇറങ്ങിപ്പോയവന് 3 മക്കളുണ്ട്, 3 മക്കളും ഒരു ഭാര്യയും. അവരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ മക്കളെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ പിള്ളേരൊക്കെ എന്ത് തെറ്റ് ചെയ്തിടാ നിന്നോട്? നാണവും മാനവും ഉളുപ്പും ഉണ്ടോ? തുച്ഛമായിട്ടുള്ളൊരു സുഖത്തിന് വേണ്ടിയിട്ട് നീയൊക്കെ എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത്? നിനക്കൊക്കെ താല്പര്യമില്ലെങ്കിൽ നിയമപരമായിട്ട് ഒഴിഞ്ഞ് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് പോകണം. അതാണ് അന്തസ്. ഇനി ഞാനിവിടെ ഒരു 1-2 വീഡിയോ കൂടെ വെച്ച് തരാം. ഒരു സഹോദരി പറയുന്നു. അപ്പം ഞാനിത് പറയുകയാണെങ്കിൽ ഇപ്പം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാരണവശാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ ആരും പ്രോത്സാഹിപ്പിക്കരുത്. എന്തിൻ്റെ പേരിലാണെങ്കിലും ആരും പ്രോത്സാഹിപ്പിക്കരുത്. അപ്പം ഈ സഹോദരി പറയുന്ന, പിന്നെ അറിവില്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ ചിലപ്പം എന്തെങ്കിലും പൊട്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളും വിളിച്ച് പറഞ്ഞെന്നിരിക്കാം. പക്ഷേ കുറേ ആളുകൾ കമൻറ്റിലൂടെയും അല്ലാതെ വീഡിയോയിലൂടെയും പറയുന്നതായിട്ട് ശകലയാണ് ശരി, ശകലക്ക് വേണ്ടുന്ന രീതിയിലുള്ള സുഖം കിട്ടിയില്ല, അതുകൊണ്ടാണ് ഇറങ്ങിപ്പോയത് എന്നൊക്കെ പറയുന്നുണ്ട്. ഒരിക്കലും ന്യായീകരിക്കില്ല. കഴപ്പ് പിടിച്ച കുറേ ആളുകളുണ്ട്. കഴപ്പ് പിടിച്ച എത്ര കെട്ടിയവന്മാർ എത്ര വാരിക്കോരി ഇട്ട് കൊടുത്താലും എത്ര സുഖങ്ങൾ കൊടുത്താലും ഈ പറഞ്ഞിട്ടുള്ള ടീംസുകളൊക്കെ കഴപ്പ് പിടിച്ച് പോകുന്നവരുമുണ്ട്. അത് വേറെ ആരും. അപ്പം എന്തായാലും ഞാൻ ഈ സഹോദരിയുടെ വീഡിയോ ഒന്ന് വെച്ച് തരാം, നിങ്ങളൊന്ന് കേട്ട് നോക്കും. അപ്പോൾ എനിക്ക് സഹോദരിയുടെ താഴെ തന്നെ പറയാനുള്ള, ഇതുപോലുള്ള കേസുകളെയൊന്നും ന്യായീകരിക്കില്ല, എനിക്കതേ പറയാനുള്ളൂ. സ്നേഹത്തോടെയാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ നമ്മൾ അറിവില്ലാന്ന് കൊണ്ടായിരിക്കാം നമ്മളിങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതാണ്, ഒരു പെണ്ണ് ഒരു ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇയാൾ പറയുന്നത് ഞങ്ങൾക്ക് തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്നാണ് പറയുന്നത്. ഒരിക്കലും നല്ല പോലെ സ്നേഹം കൊടുക്കുന്ന അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നോക്കി നടക്കുന്ന ഒരു ഭർത്താവിൽ നിന്ന് ഒരു പെണ്ണും ഒരിക്കലും പോവാൻ ഇതാവില്ല. അപ്പോൾ ഇയാൾ പറയുന്നത് പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അയാൾ പറയുന്നത് ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്നാണ് പറയുന്നത്. ഒരു പ്രശ്നവും ഇല്ലാതെ ഒരു പെണ്ണ് വേറൊരു റിലേഷൻഷിപ്പിലാവുകയോ അല്ലെങ്കിൽ വേറൊരു ഇതിൽ ഒരു സുപ്രഭാതത്തിൽ ആ കുഞ്ഞിനെയും കൊണ്ട് പോവുകയോ ചെയ്യില്ല. നമ്മൾ സ്നേഹവും സന്തോഷവും സമാധാനം സ്വസ്ഥത ഒരു പെണ്ണിനുണ്ടെങ്കിൽ ആ പെണ്ണ് ഒരിക്കലും വഴിതെറ്റി പോവില്ല. പിന്നെ എല്ലാം സഹിച്ച് പിടിച്ച് കടിച്ച് ജീവിക്കുന്ന പെണ്ണുങ്ങളും ഉണ്ട് കേട്ടോ. അതിന് പിന്നെ ആ മക്കളെ ഓർത്ത് മാത്രം നീറി ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ ഒരുപാട് എന്താ പറയുക, ജീവിതത്തിൻ്റെ സാഹചര്യം കൊണ്ട് ഒരുപാട് ഇതാകുന്ന സമയത്ത് ആ പെണ്ണ് ഇതായിപ്പോവും. പിന്നെ വേറൊരു ഇത് കണ്ടതാണ്, വീഡിയോ കണ്ടതാണ്. ഒരു ഉസ്താദിൻ്റെ ഭാര്യയായിരുന്നു, സുൽത്താന എന്നാണോ അങ്ങനെ എന്തോ ആണ് പേര്. അയാൾ മലേഷ്യയിൽ പോയി വേറൊരു കല്യാണം കഴിച്ച് അയാൾ സുന്ദരമായി സുഖമായിട്ട് ജീവിക്കുന്നു. ഇവിടെ ഭാര്യയുണ്ട്, ഒരു മോനുണ്ട്. അവരെ പൈസ അയച്ചു കൊടുക്കും, സമയത്തിന് പൈസ അയച്ചു കൊടുക്കില്ല, നേരെ നോക്കില്ല. അപ്പോൾ അവൾ എന്ത് ചെയ്തു, വേറൊരു മതക്കാരനെ കല്യാണം കഴിച്ചു. അവർ സുഖമായിട്ട് ജീവിക്കുന്നു, ഒഴിവായി സുഖമായിട്ട് ജീവിക്കുന്നു. പിന്നെ ഇങ്ങനെ പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഡിവോഴ്സിന് നോക്കുക. ഒറ്റ സുപ്രഭാതത്തിൽ ഇറങ്ങിപ്പോവാതെ, ഡിവോഴ്സ് എന്ന് പറയുന്നത് പെട്ടെന്ന് കിട്ടില്ല, അതുകൊണ്ടാണ് അതൊന്നും നോക്കാതെ ഈ പെണ്ണുങ്ങൾ ഇറങ്ങി പോകുന്നത്. അപ്പോൾ ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു ഇതും നമ്മുടെ അതിലൊരു ഓപ്ഷൻ അല്ല. കൗൺസിലിങ്ങും അതും ഇതൊക്കെ വെച്ചിട്ട് പിന്നെയും വീണ്ടും നമ്മളെ ദ്രോഹിക്കുന്ന ആ ഒരു ഇതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പെണ്ണുങ്ങൾ എന്ത് ചെയ്യും, ഒന്നും നോക്കാതെ ഒറ്റയടിക്ക് ഇറങ്ങിപ്പോകും. അങ്ങനെയാണ് ഈ ഒരു പെൺകുട്ടിക്കും, ഷാഹിന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്കും സംഭവിച്ചിരിക്കുന്നത്. ഒന്നും നോക്കാതെ പുള്ളിക്കാരി ഇറങ്ങിപ്പോയി. അപ്പോൾ ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. എന്തെങ്കിലുമൊക്കെ പ്രശ്നമില്ലാതെ ഒരു പെണ്ണും ഒരു സുപ്രഭാതത്തിൽ ഒരുത്തൻ്റെ കൂടെ ഇറങ്ങി പോവില്ല. അപ്പോൾ ഇറങ്ങിപ്പോയത് 3 മക്കളുള്ള ഒരാളുടെ കൂടെയാണ്. അപ്പോൾ അതും എത്രമാത്രം വിശ്വാസയോഗ്യമാണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ വേറൊരു ഇത് എന്താ പറയുക, ഒരു കുഞ്ഞിനെ കുരുതി കൊടുക്കുന്ന ഒരു ഇത് വരാതിരിക്കട്ടെ. ആ കുഞ്ഞിനെ തിരികെ കൊടുത്തിട്ട് നിൻ്റെ ഭർത്താവിൻ്റെ കൂടെ നിനക്ക് ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ ജീവിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇയാളുടെ കൂടെയാണ് ജീവിക്കാൻ താല്പര്യമെങ്കിൽ പറഞ്ഞ് ഇതാക്കി ജീവിക്കുക എന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ആ കുഞ്ഞിനെയും കൂടെ ഇനി ബലി കൊടുക്കരുത് എന്നാണ് ഈ ഒരു ഇതിൽ എനിക്ക് പറയാനുള്ളത്. എന്താണെങ്കിലും ഒരു തെറ്റ് സംഭവിക്കാതെ ആ കുടുംബത്തിൽ ഒരു പ്രശ്നമില്ലാതെ ഒരു പെണ്ണ് വേറൊരുത്തിൻ്റെ കൂടെ പോവില്ല എന്നാണ് 100% എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും ഈ വീഡിയോ കുറിച്ചിട്ട് ഈ ഷാഹിനെ കുറിച്ചിട്ടും എന്താണ് തോന്നുന്നത്, എന്താണ് അഭിപ്രായം എന്ന് വെച്ച് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ള ഒരു പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.
എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ജീവിക്കാൻ പോകുന്ന പെണ്ണുങ്ങളാണെങ്കിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവിടെ സഹിച്ച് പിടിച്ച് ഈ പറഞ്ഞിട്ടുള്ള കെട്ടിയവൻ്റെ വീട്ടിൽ ഒരു പരിധി വരെ പിടിച്ചു നിൽക്കാൻ നോക്കുക. അതിനുശേഷം ഈ പറഞ്ഞിട്ടുള്ള താല്പര്യമില്ലെങ്കിൽ നിയമപരമായിട്ട് ബന്ധം ഒഴിയാനേ നോക്കുക. അല്ലാതെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് വേറെ ഏതെങ്കിലും അവന്മാരെ കൂടെ ഈ ഒളിച്ചോടുന്നതാണോ ഒരു മാന്യത? അതാണോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് ഒളിച്ചോടുന്നതാണോ ഏറ്റവും വലിയ സംഭവമായിട്ട് കരുതി വെച്ചേക്കുന്നത്? ഇത് വേറെ ഒന്നുമല്ല, ഇത് കഴപ്പെന്ന് പറയും. കഴപ്പല്ലാതെ ഇതിനകത്ത് വേറെ ഒന്നുമില്ല. ആ കഴപ്പ് അവസാനിക്കുമ്പോഴത്തേക്ക് എവിടെ നിന്നാണോ പോയത് അതേപോലെ അവിടേക്ക് കയറി ചെല്ലും, നാണോ മാനോ ഉളുപ്പില്ലാതെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളൊക്കെ ഈ പ്രവാസികളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ പ്രവാസികളൊക്കെ അവിടെ ജോലി ചെയ്ത് നാട്ടിലേക്ക് പൈസ അയക്കുന്നത്. അപ്പോൾ ഇവരെയൊക്കെ കണ്ണീരിൻ്റെ വില അറിയാതെ ഇങ്ങനെ കുറേ പെണ്ണുങ്ങൾ ഇതുപോലെ കാണിച്ചിട്ടുണ്ട്. ഇവൾമാരൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. അവരവിടെ നിന്ന് വിയർപ്പൊഴുക്കുന്ന പൈസ ഉണ്ടല്ലോ, അത് നാട്ടിലേക്ക് കിട്ടുമ്പം അത് പൈസ കണ്ണ് തള്ളിയിട്ട് അതിൽ നിന്ന് മേടിച്ച് തിന്നുന്ന കുറേ ഇത് പ്രോട്ടീനും അതുമെല്ലാം കൂടെ ശരീരത്തിൽ കയറി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ കഴപ്പ് മൂത്ത് ഇതുപോലുള്ള പരിപാടികൾ ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ഓർക്കുക. ആ പാവപ്പെട്ടവൻ അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് നീര് ഇറക്കി വിയർപ്പിറക്കി ഉണ്ടാക്കുന്ന പൈസയും അവൻ്റെ ശരീരം കളഞ്ഞുണ്ടാക്കുന്ന വിയർപ്പിൻ്റെ പൈസയും വെച്ചിട്ടാണ് നീയൊക്കെ ഈ കാണിക്കുന്നത്. ഈ ശാല പോയപ്പോഴത്തേക്ക് 16 പവൻ്റെ സ്വർണവും ഒക്കെ എടുത്തുകൊണ്ടാണ് പോയെന്ന് പറഞ്ഞു. പോകണമെങ്കിൽ വെറും കൈയോടെ പോകണം. ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഈ രണ്ടെണ്ണത്തിനെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നിട്ട് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണം. 2 കുടുംബങ്ങൾ നശിപ്പിച്ച് നാരായണക്കല്ലാക്കിയ ഇവർ രണ്ടിനെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നേ പറ്റൂ. നാളെ ഇതുപോലെ ഒരാളുടെയും കണ്ണീര് വീരാനെ കൊണ്ട് ഈ ഒരു വിഷയത്തിൽ ഇനി അത് ഉണ്ടാവരുത്. അതിനു വേണ്ടിയിട്ട് ഇതിങ്ങനെ ചുമ്മാ വിട്ടുകളയാതെ ഇതിന് തക്കതായിട്ടുള്ളൊരു പരിഹാരം കൊണ്ടുവന്ന് ഇങ്ങനെ പോകുന്ന ആളുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നിട്ട് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണം. അതാണ് വേണ്ടുന്നത്. ഓക്കെ, എന്തായാലും ബാക്കി വീഡിയോ കൂടെ ഞാൻ ഇവിടെ വെച്ച് തരാം. നിങ്ങളൊന്ന് കണ്ടു നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണം. എല്ലാ ആളുകളിലും എത്തണം. ഇനി ഇതുപോലെ ആരും കാണിക്കരുത്. കാരണം സമൂഹത്തിന് മുമ്പിൽ നാണം കാണണം. അതാണ് വേണ്ടുന്നത്. അപ്പോൾ എന്തായാലും ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾ ബാക്കി വീഡിയോ കൂടെ കണ്ടു നോക്കേ. ദാമ്പത്യ ജീവിതത്തിൽ എന്താ പറയുക, പൊരുത്തക്കേടുകൾ പറയുമ്പോൾ നമ്മൾ തുറന്ന് സംസാരിക്കണം. നമുക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ തുറന്ന് സംസാരിക്കുക. അല്ലാതെ നമ്മൾ ഭാര്യയ്ക്ക് പറയാനുള്ളത് ഭാര്യ മനസ്സിൽ വെക്കും, ഭർത്താവ് പറയാനുള്ളത് ഭർത്താവ് മനസ്സിൽ വെക്കും. പിന്നെ നമ്മൾ ഭാര്യമാർ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഭർത്താവ് കേൾക്കാനും അവർ സമയം കണ്ടെത്തില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള തിരക്കുകളും കാര്യങ്ങളും ഇതൊക്കെയാണ്. പിന്നെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഭാര്യൻ്റെ മേൽ മാത്രം ചുമത്തപ്പെടുന്ന കുറേ ഭർത്താക്കന്മാരുണ്ട്. അപ്പം എനിക്ക് ആ മക്കൾ വയറ്റിലിട്ട് അവർ വരുമ്പോൾ തന്നെ കൊണ്ടുവന്ന രീതിക്ക് നിൽക്കുന്ന ആ ഭർത്താക്കന്മാരുണ്ട്. അപ്പം അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ രക്തത്തിൽ പിറന്ന മക്കളാണ്. നിങ്ങളുടെ മക്കളെ നോക്കാൻ ബാധ്യസ്ഥ നിങ്ങളാണ്, ഭർത്താക്കന്മാരാണ്. ഭാര്യമാർക്ക് എന്ന് പറയുമ്പോൾ വീട്ടിലുള്ള ഭാര്യമാരെ ഞാൻ ഇതായിട്ട് പറയില്ല. ഭാര്യമാരെ ചിലവും നോക്കണം, പിന്നെ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കണം. എല്ലാം കൂടി ഭാര്യമാരിൽ അടിച്ചേൽപ്പിക്കുന്ന സമയത്ത് എന്താണെങ്കിലും മെൻ്റൽ പ്രഷർ താങ്ങാൻ വയ്യാതെ എവിടെന്നെങ്കിലും കുറച്ച് മോഹന വാഗ്ദാനങ്ങളായിരിക്കും. ഇപ്പോൾ അവിഹിതം എന്ന് പറയുന്നത് ഒരിക്കലും നല്ലൊരു പ്രവണതയായിട്ടേ ഞാൻ പറയുന്നില്ല. എന്താണെന്ന് ചോദിച്ചാൽ അതിൽ ഇപ്പം ഈ പറയുന്ന വ്യക്തി 3 മക്കളെ ഉപേക്ഷിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ആ 3 മക്കളെ ഉപേക്ഷിച്ചവൻ എവിടെന്നോ ഒരു മാസത്തെ പരിചയം അല്ലെങ്കിൽ 2 മാസത്തെ പരിചയം വെച്ചിട്ട് ഒരു പെണ്ണിനെ സ്വീകരിച്ചുവെങ്കിൽ എത്രയോ വർഷങ്ങളായിട്ടുള്ള ഭാര്യയെയും മക്കളെയും ഉപേക്ഷിച്ചിട്ടാണ് ഈ പെണ്ണിനെ സ്വീകരിക്കുന്നത്. അപ്പം അത്രയും വർഷം ഉണ്ടായിരുന്ന ഭാര്യയും മക്കളെയും ഉപേക്ഷിക്കാൻ ഒരു ദാക്ഷിണ്യം കാണിക്കാത്തവൻ ഇന്നലെ കണ്ട ഈ പെണ്ണിനെയും അതിൽ പറഞ്ഞ മകനെയോ അല്ലെങ്കിൽ മകളെയോ സ്വീകരിക്കാൻ തയ്യാറാവും. 13 പവനും കൊണ്ടാണ് പോയി എന്ന് പറയുന്നുണ്ട്. ആ 13 പവൻ തീരുന്നവരെ ഉള്ളതായിരിക്കും ഈ അവിഹിതത്തിൻ്റെ ഇത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പും ഇല്ലാതാവും. അപ്പോൾ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത്, വേറൊരു റിലേഷനിലോട്ട് ഒരു പെണ്ണ് പോകുന്നുണ്ട് എങ്കിൽ ഭർത്താവിൽ നിന്ന് കിട്ടാത്ത പല കാര്യങ്ങളും ആ ഓപ്പോസിറ്റ് റിലേഷനിൽ നിന്ന് കിട്ടുന്നത് കൊണ്ടാണ് അവർ പോകുന്നത്. നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങൾ നമ്മൾ കൊടുക്കേണ്ട സമയത്ത് തന്നെ കൊടുക്കണം. ഇപ്പം ഇന്ന് കൊടുക്കേണ്ട കാര്യങ്ങൾ എപ്പോഴെങ്കിലും കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇപ്പോൾ ഒരു ഭാര്യ എന്ന് പറയുന്നത് കുറേ സ്വത്തോ സമ്പാദ്യമോ സ്വർണമോ മുതലോ ഒന്നുമില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലും നിവർത്തി കൊണ്ടുപോകാൻ കഴിയാത്ത ഭർത്താക്കന്മാരുണ്ടെങ്കിൽ പിന്നെ ആ പെണ്ണുങ്ങൾ അത്രേ വില കൊടുക്കുകയുള്ളൂ. അവർ ആ ഒരു ഇതേ കൊടുക്കുകയുള്ളൂ. അവർ അതിൽ കൂടുതലൊന്നും കൊടുക്കാൻ യാതൊരു ചാൻസും
ആവശ്യമില്ല. അപ്പോൾ ഈ വിശാൽ മീഡിയ പറഞ്ഞതിൽ 100% യോജിക്കുകയാണ്. അപ്പം കൂടുതലും ഈ മുസ്ലിങ്ങൾ തന്നെയാണ് ഈ ഒരു ഇങ്ങനെ പോകുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ ആഡംബര ജീവിതം ആഗ്രഹിക്കുന്ന, ഒരുപാട് ആഡംബരം ഇല്ലെങ്കിലും കുറച്ചൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ കാര്യങ്ങൾ, നമുക്ക് അത്യാവശ്യം പുറത്ത് പോകണം. ശരിയാണ്, പല ഇതിലും പറയും നമ്മൾ അയൽപക്കത്തെ കണ്ട് ഇതാവരുത്. ശരി, നമ്മൾ അയൽപക്കത്തെ കണ്ട് പഠിക്കുകയല്ല, എങ്കിലും ഭാര്യയ്ക്ക് കൊടുക്കേണ്ട ചില മര്യാദകളും ചില കാര്യങ്ങളുണ്ട്. അത് കിട്ടാതാവുമ്പോൾ ഇതുപോലെ വഴിതെറ്റി പോകും. പിന്നെ വിശാൽ മീഡിയ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, അതും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കൂ. കാരണം ഭർത്താവ് ഗൾഫിൽ നിന്ന് വരുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് പോയതാണ്. ഒരാളും ഒരു വീട്ടിൽ നിന്ന് ഒരു ഭാര്യ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ നിർബന്ധമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും.